നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഗസ്റ്റഡ് ഡേറ്റ് 25/3/2025 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ക്ലർക്ക് ഫോർ വിളിച്ചിരിക്കുന്നത് കോഓപ്പറേറ്റീവ് സർവീസ് സൊസൈറ്റീസ് ആൻഡ് ബാങ്ക് ഇൻ കേരള എന്ന നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കാറ്റഗറി നമ്പർ 8/2025 പബ്ലിഷ് ചെയ്ത കാറ്റഗറി നമ്പറാണ്. വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക് ആൻഡ് സൊസൈറ്റീസ് ഇൻ കേരള എന്ന സ്ഥലത്തേക്കാണ് നോട്ടിഫിക്കേഷൻസ് വിളിച്ചിരിക്കുന്ന തസ്തികയുടെ പേര് എന്ന് പറയുന്നത് ജൂനിയർ ക്ലർക്ക്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് മാക്സിമം 54,860 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് ടോട്ടൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 159 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസിയിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി കാറ്റഗറി എന്ന് പറയുന്നത് ജനറൽ വേക്കൻസി ഉണ്ട്, ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ വേക്കൻസി ഉണ്ട്, SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സ് വേക്കൻസി ഉണ്ട്. ഇതിൽ 14 ജില്ലകളിലും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യമായി വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ 12 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ 10 വേക്കൻസി, പത്തനംതിട്ട ജില്ലയിൽ 2 വേക്കൻസി, ആലപ്പുഴ ജില്ലയിൽ 2 വേക്കൻസി, കോട്ടയം ജില്ലയിൽ 5 വേക്കൻസി, ഇടുക്കി ജില്ലയിൽ 4 വേക്കൻസി, എറണാകുളം ജില്ലയിൽ 9 വേക്കൻസി, തൃശ്ശൂർ ജില്ലയിൽ 15 വേക്കൻസി, പാലക്കാട് ജില്ലയിൽ 27 വേക്കൻസി, മലപ്പുറം ജില്ലയിൽ 19 വേക്കൻസി, കോഴിക്കോട് ജില്ലയിൽ 29 വേക്കൻസി, വയനാട് ജില്ലയിൽ 2 വേക്കൻസി, കണ്ണൂർ ജില്ലയിൽ 15 വേക്കൻസി, കാസർഗോഡ് ജില്ലയിൽ 8 വേക്കൻസി. ഇത്രയും വേക്കൻസികളാണ് അതാത് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായി ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ബേസിസിലാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏജ് കണക്കാക്കുന്നത് 1/1/2025 എന്ന ഡേറ്റ് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. ഏത് കാൻഡിഡേറ്റ്സിനാണോ 18 വയസ്സ് പൂർത്തിയായി 40 വയസ്സിനുള്ളിൽ വരുന്നത് അവർക്കെല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഇതിൽ പറഞ്ഞ ഏജിൽ വ്യത്യാസം വരുന്ന കാറ്റഗറീസ് റിസർവേഷൻ ഉള്ളവർക്ക് മാത്രമേ ഏജ് റിലാക്സേഷനും അല്ലെങ്കിൽ ഏജിൽ റിസർവേഷനും ഉണ്ടാവുകയുള്ളൂ. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ ആദ്യമായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ SSLCയോ അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അപ്പോയിൻമെൻറ്റ് കാൻഡിഡേറ്റ്സ് ഫ്രം കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ അവർക്ക്, അതും സെയിം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒരു എക്സംഷൻ ഉണ്ട്. അതായത് കോഓപ്പറേറ്റീവ് ഡിപ്ലോമ കോഴ്സ് JDC അത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കർണാടക സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ആണെങ്കിൽ അത്
നമ്മളുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിൻ്റെ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷനായി കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ വേറെ ആരെങ്കിലും BCom വിത്ത് കോർപ്പറേഷൻ ഡിഗ്രി പാസ്സായിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ആ കാൻഡിഡേറ്റ്സിന് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അതും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ട്രെയിനിങ് അതോടൊപ്പം പാസ്സായിട്ടുള്ളവരാണെങ്കിൽ, അതായത് BCom ഡിഗ്രി പാസ്സായി ഈ പറയുന്ന HDC അതും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കൂടി പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതിൽ HDC ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് HDC ഓർ HDCM ഫ്രം നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് പാസ്സായിരുന്നാലും മതിയാവുന്നതാണ്. അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ചെയ്തിരിക്കേണ്ടത് സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, അതിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് അയക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷവും നിങ്ങൾക്ക് BSc അല്ലെങ്കിൽ MSc ഇൻ കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം ദി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/4/2025. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.ceseb.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇതുവരെയും കേരള കരിയേഴ്സ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതേപോലെ ഡെയിലി ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക.